ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനു. സോ നമ്മളിന്ന് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരള, അടിസ്ഥാന വിവരങ്ങൾ കേരളത്തിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഇത് ആക്ച്വലി LDC 2024 വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണെങ്കിൽ കൂടെ നമുക്ക് PSൻ്റെ അണ്ടറിൽ വരുന്ന ഏത് എക്സാം ആണെങ്കിലും ഈ കേരള ഫാക്ട്സ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാംസ് എന്നുള്ളതിൽ ഉപരി ഒരു കേരളൈറ്റ് അല്ലെങ്കിൽ ഒരു മലയാളി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും കേരളത്തിനെ കുറിച്ചിട്ടുള്ള ബേസിക് നോളേജ് ഉണ്ടാവണം അല്ലേ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീരീസാണ്. എല്ലാവരും പഠിക്കുക, കേട്ടിരിക്കുക, നോട്ട്സൊക്കെ തയ്യാറാക്കുക. ഓക്കെ. സോ ഇപ്പോൾ നിങ്ങൾ ഒരു ഫ്രഷർ ആണെങ്കിൽ ഇതൊരു നല്ല ഗുഡ് സ്റ്റാർട്ടായിരിക്കും. അതേപോലെ നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് നല്ലൊരു ലെവലിൽ പഠിച്ചെത്തിയവരാണെങ്കിൽ ഇതൊരു റിഫ്രഷിങ് ഓഫ് ദ ബ്രെയിൻ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിവിഷൻ പോലെ നിങ്ങളിത് കണ്ടാൽ മതി. ഓക്കെ. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്, ബേസിക് ഫാക്ട്സ് ഓഫ് കേരള. അത് ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോ ആഴ്ചയിൽ പ്രൊവൈഡ് ചെയ്യാനാണ് പ്ലാൻ, 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്. സോ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 25 ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ ഒരു 2 മാസം കൂടുമ്പോഴേക്കും നിങ്ങൾക്ക് ബേസിക് ഫാക്ട്സ് അബൌട്ട് കേരള നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസാണ്, എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ്. ഓക്കെ. സോ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഫസ്റ്റ് സ്ലൈഡ് ഞാൻ കേരള മാപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രദ്ധിക്കും. ബിക്കോസ് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഡിസ്ട്രിക്ട്സ് ഏതൊക്കെ പൊസിഷനിലാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ആവും നിങ്ങളുടെ ബ്രെയിനിൽ. ഓക്കെ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരള മാപ്പ്. അപ്പോൾ കാസർഗോഡ് നിന്ന് തുടങ്ങി കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. സോ തിരുവനന്തപുരമാണ് നമ്മുടെ ക്യാപിറ്റൽ. 14 ഡിസ്ട്രിക്ട്സ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. സോ ഐശ്വര്യമായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1. കേരള സംസ്ഥാനം രൂപീകൃതമായത് എപ്പോൾ? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായത്. എല്ലാവർക്കും അറിയാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 2. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെ? കഥകളിയും കൂടിയാട്ടവും. നമ്മൾ ഇമേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കഥകളിയും കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 3. കേരളത്തിൻ്റെ തലസ്ഥാനം. കേരളത്തിൻ്റെ തലസ്ഥാനം ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം. എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ ക്യാപിറ്റൽ. 4ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ വിസ്തീർണം, ഏരിയ ഓഫ് കേരള ഇസ് 3863 ചതുരശ്ര കിലോമീറ്റർ, അതായത് 38,863 സ്ക്വയർ കിലോമീറ്റർ. ഓർത്ത് വയ്ക്കുക, ആ ഒരു ഡിജിറ്റ് ഓർത്ത് വയ്ക്കുക. 38,863 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഓക്കെ. കേരളത്തിൻ്റെ ജില്ലകളുടെ എണ്ണം അറിയാം, 14 കേരളത്തിൻ്റെ ജില്ലകളുടെ എണ്ണം. ക്വസ്റ്റ്യൻ നമ്പർ 6. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അതേപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. 8ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 141. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം 141. അതേപോലെ കേരളത്തിലെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 20. കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷ നമ്മൾ ഈ പറയുന്ന മലയാളമാണ് കേരളത്തിലെ ഔദ്യോഗിക ഭാഷ. 11. കേരളത്തിലെ ഔദ്യോഗിക പുഷ്പം ഏതാ? ഫ്ലവർ. കേരള ഫ്ലവർ കണിക്കൊന്ന. നമ്മുടെ വിഷുവിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. 12ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. കേരളത്തിലെ ഔദ്യോഗിക കേരം തെങ്ങ്. കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷം ഇസ് തെങ്ങ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. ഇതാ ഇമേജിൽ കാണിച്ചിട്ടുണ്ട്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 14. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആരാണ്? ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം. 15ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഫിഷാണ്? കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. ക്വസ്റ്റ്യൻ നമ്പർ 16. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം അല്ലെങ്കിൽ ഫ്രൂട്ട് ഏതാണ്? ചക്കയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. ക്വസ്റ്റ്യൻ നമ്പർ 17. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക
പാനീയം. 18 അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ് അല്ലേ. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. നമ്മൾ ഈ ഇമേജിൽ കാണിച്ചിട്ടുണ്ട് പശ്ചിമഘട്ടം. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? അതും പശ്ചിമഘട്ടം തന്നെയാണ്. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെ അറിയപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 20 പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഞാൻ ഫ്രം ദ മിഡിൽ ഓഫ് ഇന്ത്യ അങ്ങനെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് തമിഴ്നാടിന് നോട്ട് ചെയ്യാം. ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. അങ്ങനെ നോർത്തേൺ സ്റ്റേറ്റ്സിൽ പോവുകയാണെങ്കിൽ മഹാരാഷ്ട്രയും ഗുജറാത്തും ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഈ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് കവർ ചെയ്യുന്ന സ്റ്റേറ്റ്സിൽ മഹാരാഷ്ട്രയും ഗുജറാത്തും ഉണ്ട്. നോർത്തേൺ സൈഡിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ സദേൺ സൈഡിൽ വരുന്ന സമയത്ത് ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടത്തിൻ്റെ വിസ്തൃതി. 1,60,000 സ്ക്വയർ കിലോമീറ്റർ. 1,60,000 ചതുരശ്ര കിലോമീറ്ററാണ് പശ്ചിമഘട്ടത്തിൻ്റെ വിസ്തൃതി. 22 കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. സോ ഈ ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 23 അതാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം തന്നെയാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. അതും പശ്ചിമഘട്ടം തന്നെയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. 25 ഈ ഒരു സീരീസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 25ാമത്തെ ക്വസ്റ്റ്യൻ. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. പാലക്കാട്, അതായത് മണ്ണാർക്കാട് ആ ഒരു ഏരിയയിലായിട്ടാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സോ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പാലക്കാട്. സോ ഈ ഒരു ഫോമാറ്റിലാണ് നമ്മുടെ ഈ സീരീസ് മുഴുവൻ പോവുക. അതായത് 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം അപ്ലോഡ് ചെയ്യും. സോ 25 ക്വസ്റ്റ്യൻ കേരള ഫാക്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ഒരാഴ്ച. സോ സിമ്പിളായിട്ടാണ് നമുക്ക് പോവാം. 2 to 3 മാസം കഷ്ടി വേണ്ടി വരുള്ളൂ നിങ്ങൾക്ക് ഈ കേരള ഫാക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ. സോ എന്തായാലും പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.